ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ കുറച്ച് നെല്ലിക്ക വെള്ള അച്ചാർ ഇടാനായിട്ട് പോവുകയാണ്. പരമ്പരാഗത രീതിയിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് അച്ചാർ ഇടുന്നത്. നമ്മൾ നെല്ലിക്ക ഉപ്പിലിടാറുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ചുവന്ന മുളകൊക്കെ ചേർത്ത് അങ്ങനെയും അച്ചാർ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് എന്നാൽ അതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെയും പോകാതെ വളരെ നാച്ചുറൽ വേയിൽ നമുക്കിത് പ്രിസർവ് ചെയ്തുകൊണ്ട് ഒരു നല്ല വെള്ള നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യുർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അച്ചാർ ഉണ്ടാക്കാൻ 1/2 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകിയിട്ട് അത് നമ്മൾ തിളപ്പിക്കാൻ പോവുകയാണ്. തിളപ്പിക്കാനായിട്ട് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് അതിടാനുള്ള ഒരു നല്ല ഗ്ലാസ് ജാറ് നമുക്ക് കഴുകി തുടച്ച് മാറ്റി വയ്ക്കാം. 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുന്നതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നെല്ലിക്ക ഒക്കെ ഒന്ന് പൊട്ടി വരണം, അതുവരെ നമ്മളിത് തിളപ്പിക്കണം. ഇത് കണ്ടോ, നെല്ലിക്കയൊക്കെ ഇപ്പം പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നെല്ലിക്കയെല്ലാം ഈ വെള്ളത്തിൽ നിന്നും കോരി മാറ്റി വെക്കണം. നെല്ലിക്ക തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അല്ലികളാക്കി അടർത്തിയെടുക്കേണ്ടതാണ്. ഈ വെള്ളം കളയേണ്ട. ഈ വെള്ളം തുടർന്ന് നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. അതും മാറ്റി വയ്ക്കുക. അപ്പം നമ്മൾ നമ്മുടെ നെല്ലിക്കയൊക്കെ അടർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, കുറേ കാന്താരി, 2 ടേബിൾ സ്പൂൺ കാന്താരി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും. കാന്താരി അവൈലബിൾ അല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒരു പാനിൽ ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. ഇത് രണ്ടും പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കാന്താരി തന്നെയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ മാത്രം പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ്. കാന്താരി കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ല ഒരു വെജിറ്റബിൾ ആണ്, അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വെച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റും കൂടെ വഴറ്റുക. അധികം ഇത് വഴന്നു പോകണ്ട, ചെറുതായിട്ടൊന്ന് പച്ച മണവും നിറവും ഒക്കെ മാറിയാൽ മതിയാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ അല്ലികൾ ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം. നെല്ലിക്ക എല്ലാം വെള്ളത്തിൽ നല്ലപോലെ മുങ്ങിക്കിടക്കുന്നപ്പോൾ അത്രയും വെള്ളം ആവശ്യമുണ്ട്, അത്രയും ഒഴിച്ചു കൊടുക്കുക. ഇത് ധാരാളം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് നേരം തിളച്ചു പോകേണ്ട കാര്യമില്ല. ഉപ്പൊക്കെ ഒന്ന് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജാറിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഒത്തിരി നേരം ഇത് വെളിയിൽ ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ജാറിലൊക്കെ ആക്കി സൂക്ഷിക്കുമ്പം കേടാകും. ഒരു ചെറു ചൂടായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മളിത് കുപ്പിയിലേക്ക് മാറ്റണം. കുപ്പി നല്ല ക്ലീൻ ആയിരിക്കണം, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ് അതൊക്കെ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഇത് പൂത്തു പോകത്തൊന്നുമില്ല. പലർക്കുള്ള കംപ്ലൈൻ്റ് ആണല്ലോ, നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പൂത്തു പോകുന്നു എന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പിയും സ്പൂണും ഒക്കെ ക്ലീൻ ആയിരിക്കണം. പിന്നെ നമ്മളിതിനകത്ത് നല്ലെണ്ണയും വിനാഗിരിയും ഒക്കെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് പൂത്തു പോകാനായിട്ട് സാധ്യത കുറവാണ്.
അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. കൂടുതലായിട്ട് ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യണം. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.